നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഹൗസ് ആണ്, ഗാർഡനിലൊക്കെ നിൽക്കുന്ന ഒരു കുഞ്ഞ് ഹൗസ് ആണ് നമ്മൾ സ്കെച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു പെന്നാണ്, ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ഈ ഒരു കുഞ്ഞ് ഡ്രോയിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. സോ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്, ആൻഡ് ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് പെന്നാണ് കേട്ടോ. ഫേബർ കാസ്റ്റൽ എന്ന ബ്രാൻഡിന്റെ ബ്ലാക്ക് പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പെന്നുകൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് പെന്നുകൊണ്ട് വരയ്ക്കാനായിട്ട് എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പെൻസിലും കൊണ്ട് ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയ ശേഷം പെന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് പെന്നുകൊണ്ട് വരയ്ക്കാനാണ്. പറ്റുന്നവരെല്ലാവരും പെന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വീടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഔട്ട്ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. വീടിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ആദ്യം വരയ്ക്കാം. ആദ്യം ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ റൂഫിൻ്റെ പോർഷൻ ആണ്. അപ്പോൾ ആദ്യം വരയ്ക്കുന്ന സമയത്ത് വളരെ ഡാർക്കാക്കി വരയ്ക്കാതെ, പെന്നുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും മാക്സിമം ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഷെയ്ഡിങ്ങിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ. മാക്സിമം കുറച്ച് ലൈറ്ററായിട്ട് വരയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി മുകളിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ റൂഫിൻ്റെ പോർഷൻ വരയ്ക്കാം. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്, കുറച്ചിങ്ങനെ ചെരിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഈ ചെരിവ് നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കുറച്ചിങ്ങനെ ചെരിച്ചിട്ടാണ് വരയ്ക്കുന്നത്. രണ്ട് സൈഡിലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഒരു ഗ്രാമത്തിലൊക്കെ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹൗസ് ആണ് നമ്മളിവിടെ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നൊന്നുമില്ല, കുറച്ചിങ്ങനെ ലൈൻസ് വളച്ചിട്ടൊക്കെ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വീടിന്റെ ഒരു പുകയൊക്കെ പോകുന്ന ഒരു സാധനം ഉണ്ട്, പുകക്കുഴലുണ്ട്. അത് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇതൊരു 3 ഡയമെൻഷണൽ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളത് വരയ്ക്കുന്നത്. വീണ്ടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് താഴത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പുക വരുന്നത് പോലെയാണ് പോകുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നില്ല. പുകയൊക്കെ വരയ്ക്കുന്ന സമയത്ത്, സ്നോക്ക് വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ്, ചെറിയ ചെറിയ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരച്ചിട്ട് ഒരു പുകൻ്റെ ഷേപ്പ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാൻ പറ്റും. ഫുള്ളായിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂണിസ്റ്റ് ഫീൽ അല്ലേ കിട്ടുക. സോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ വീടിൻ്റെ ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഡബിൾ ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള റോഡ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ലൈൻ അതിങ്ങനെ ചെറിയ ഓടിൻ്റെ കർവ് പോലെ സൈഡ് എഡ്ജ് ഭാഗം ആക്കി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവില്ലല്ലോ, ഒരു ഓടിട്ട വീടാണ്. അപ്പോൾ ഓടിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്കവിടെ വിസിബിൾ ആയിരിക്കണം. ഇനി നമുക്ക് ഫുള്ളായിട്ട് സ്കെച്ചർ ഔട്ട്ലൈൻ വരയ്ക്കാം. ഔട്ട്ലൈൻ വരച്ചിട്ട് നമുക്ക് ഷെയ്ഡിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. പിന്നെ വീടിൻ്റെ വോളിൻ്റെ പോർഷനാണ് വരയ്ക്കേണ്ടത്. വോളിൻ്റെ പോർഷൻ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കോർണറിൽ നിന്ന് വരയ്ക്കാതെ ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി പിടിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വരയ്ക്കാം. ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ് അല്ലേ, അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ ആയിട്ട് വാതിലിൻ്റെ ഒരു പോർഷൻ വരയ്ക്കാം. നമ്മൾ വാതിൽ വരയ്ക്കുന്ന സമയത്ത്, ഡോറ് വരയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് ചെറുതായിട്ട് വരയ്ക്കരുത്. നമ്മുടെ ടോട്ടൽ വാളിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കണം നമ്മൾ വാള് വരയ്ക്കേണ്ടത് കേട്ടോ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. വിൻഡോസ് വരയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഡോറ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് വലുതായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെപ്പോഴും വാൾ വരയ്ക്കുന്ന സമയത്ത് അതിനേക്കാളും, വാളിൻ്റെ പകുതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഒരു വിൻഡോസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മൾ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ. ഈ ഭാഗത്ത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച ഒരു പോലെയാണ് തോന്നിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഹൗസ് ആണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റോൺസ് ഒക്കെ ഇവിടെ ഉള്ളതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡീറ്റെയിലിംഗ് അവിടെ ഇല്ല, കുറച്ച് വളരെ മിനിമലായിട്ട്.
ഇനി നമുക്ക് ആ വാതിലിന് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു ട്രഡീഷണൽ ഹൗസിന് കാണുന്ന പോലത്തെ കുറച്ച് ഡിസൈൻസ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം. ഞാനിവിടെ കുറച്ച് ഇങ്ങനത്തെ ലൈൻസ് മാത്രമാണ് വരയ്ക്കുന്നത്. കണ്ടോ, ഇത്രയും വരച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു വിൻഡോസും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു സ്ക്വയർ വരച്ചു. ഇനി അതിന് എന്ത് ചെയ്യാണ്, ചെറുതായിട്ട് ഡബിൾ ലൈൻ ആക്കി കൊടുക്കുകയാണ്. ഒരു വുഡിൻ്റെ പീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ഡബിൾ ലൈൻ ആക്കി കൊടുക്കുന്നത്. ഞാൻ ഡബിൾ ലൈൻ ആക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വുഡിൻ്റെ പീസ് ക്രിയേറ്റ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് ജനൽ കമ്പികൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജനൽ കമ്പികൾ കുറച്ച് വൈറ്റ് ആയിട്ടും ഉള്ളിലെ പോർഷൻ ഡാർക്ക് ആയിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഇങ്ങനെ ഡബിൾ ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വഴിയാണുള്ളത്. ഇവിടെ കുറച്ചിങ്ങനെ ബുഷുകൾ നിൽക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ ബുഷുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തും കുറച്ചിങ്ങനെ ബുഷുകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വേലി, ഇവിടെ ചെറിയൊരു വേലിയുണ്ട്, ഒരു വുഡിൻ്റെ വേലിയുടെ പോർഷൻ ഈ ഭാഗത്തായിട്ടുണ്ട്. അത് നമുക്ക് വരച്ചു കൊടുക്കാം. അതിൻ്റെ ബാക്കിലൂടെ പോകുന്ന ഒരു വുഡിൻ്റെ പീസ് ഉണ്ട്, അത് നമുക്കിവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഓടിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയല്ല ചെയ്യുന്നത്, കുറച്ചിങ്ങനെ വളഞ്ഞിട്ട് ലൈൻ, ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കുറച്ചിങ്ങനെ വിട്ടിട്ടുള്ള കുറച്ച് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. ഓടിന് ചെറിയ ചെരിവും വളവൊക്കെ ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ ആണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാതെ കുറച്ച് വിട്ടിട്ടുള്ള ലൈൻസ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ലൈൻസ് ഇങ്ങനെ താഴോട്ട് വരച്ചു കൊടുക്കാം. മേലെ വരയ്ക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു ലൈൻ വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതിന് നേരെ താഴത്ത് വരയ്ക്കരുത്, അടുത്തതിൻ്റെ സെൻറ്ററിൽ വരയ്ക്കാം. എല്ലാവരുടെയും വരയ്ക്കണമെന്നില്ല കേട്ടോ, കുറച്ച് പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ വിടാൻ പറ്റും. ഫുള്ളായിട്ട് എല്ലാവരുടെയും സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണമെന്നില്ല, ഇങ്ങനെ വിട്ടിട്ട് ചെറിയ ചെറിയ ലൈൻസും ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിലിങ്ങിനൊന്നും നമ്മളവിടെ പോകുന്നില്ല. വളരെ മിനിമലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. എല്ലാവരുടെയും ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവില്ല. ഒരു റാൻഡം ഷേപ്പിൽ വരയ്ക്കുമ്പോഴായിരിക്കും വെളിച്ചൊടിക്കുന്ന ഒരു ടെസ്റ്റിൻ്റെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി വളരെ മിനിമലായിട്ട് നമുക്ക് ഇതിനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. രണ്ട് സൈഡിലും കുറച്ച് ബുഷൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, കുറച്ച് ചെടികളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ മിനിമലായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഷാഡോസ് ഇവിടെ കാണിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേലത്തെ ഒരു ഓടിൻ്റെ പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഓടിന് ചെറുതായിട്ട് ഇടയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാവിടെയും ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കണ്ട, ഇടയിലിടയിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഡോട്ടഡും ലൈൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഷെയ്ഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് പോർഷൻ നമുക്ക് നന്നായിട്ട് ഡാർക്കറാക്കി കൊടുക്കണം, റൂഫിൻ്റെ ഷാഡോ പോലെ ഇവിടെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഭാഗത്ത് കുറച്ച് ചെടികൾ നിൽക്കുന്നത് പോലെയാണ് ഞാൻ വരയ്ക്കുന്നത്. കുറച്ച് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെടികളുടെ കുറച്ച് ഷേപ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചിങ്ങനെ കുഞ്ഞതായിട്ടുള്ള സ്ക്രിബിൾ ചെയ്യുന്ന പോലത്തെയുള്ള ചെറിയ പാറ്റേൺസ് ആണ് ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീടിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ചെടികൾ നിൽക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടാണല്ലേ. അപ്പം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ.
ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞ് ലീഫിൻ്റെ പോർഷനിൽ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്, ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സർക്കിളിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ കുറച്ചിങ്ങനെ ചെടികൾ നിൽക്കുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഗാർഡനിലൊക്കെ ഉള്ള ഒരു വീടായിട്ടാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിറയെ ചെടികളൊക്കെ നിൽക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹൗസാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു തീം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് മാച്ച് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, താഴ്ഭാഗത്ത് നമുക്ക് ഇവിടെ കുറച്ച് ബുഷുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ബുഷാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. മേലെ എപ്പോഴും ലൈറ്റും അത് മെല്ലെ താഴോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ആവുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ടായിരിക്കും. ആദ്യം ഫുള്ളായിട്ടൊന്ന് ലൈറ്റും ചെയ്യുക, അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ഒന്നും കൂടി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാർക്ക് ആവും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ താഴത്തെ ഷാഡോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഷെയ്ഡ്സും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ലൈൻ ഒന്ന് ഡാർക്കർ ആക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ക്ഷമയോടെ ചെയ്യണം കേട്ടോ. പെൻ ഡ്രോയിങ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഡീറ്റെയിലിംഗ് വർക്കാണ് കുറച്ച് അല്ലേ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. കാരണം നമുക്കിവിടെ തെറ്റിക്കഴിഞ്ഞാൽ സെക്കൻഡറി ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലുമൊക്കെ ലൈൻസോ എന്തെങ്കിലും ടെക്സ്ചറൊക്കെ ആഡ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ പാറ്റേൺസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ഗാർഡനിലൊക്കെ നിൽക്കുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഹൗസാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ഹൗസൊക്കെ കുട്ടികൾക്ക് ബിനീസിനൊക്കെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് കുട്ടികളും ബിഗിനേഴ്സിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെ തെറ്റിപ്പോവോ എന്നുള്ള ഒരു ഇതില്ലല്ലോ. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മാക്സിമം നമ്മളതിനെ കറക്റ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളിലേക്ക് സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് കേട്ടോ പെൻ ഡ്രോയിങ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും പ്രാക്ടീസ് ചെയ്യണേ നിങ്ങൾ. ആ റൂഫിൻ്റെ ഷാഡോ ഞാൻ കുറച്ചും കൂടി താഴോട്ട് ഇതേപോലെ ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഈ വിൻഡോന്റെ പോർഷൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ തെറ്റിപ്പോവോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക. അവിടെ തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്ത ഡ്രോയിങ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു സൈഡ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തെറ്റ് വരുത്താതെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ശരിയാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ തെറ്റിപ്പോവെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം തെറ്റിപ്പോവാം എന്ന് പറഞ്ഞ് നമ്മളത് ട്രൈ ചെയ്യാതിരുന്നാൽ, നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല അല്ലേ. നമ്മളത് തെറ്റിപ്പോവില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ശരിയാവുന്നത് വരെ ഞാൻ ചെയ്യും എന്ന് കോൺഫിഡൻസ് ആയിട്ടിരുന്നിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നല്ല റിസൾട്ട് കിട്ടുക. സോ നിങ്ങളും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ആർട്ടിലൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും മീഡിയം നമുക്കിവിടെ തെറ്റിപ്പോവോ എന്നൊക്കെ പേടിച്ചിരുന്ന് ചെയ്യാതെ ഇത് ഞാൻ ശരിയാവുന്നത് വരെ ചെയ്യും എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ടിരുന്നിട്ട് നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി റിസൾട്ട് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. വൺ ഡേ അത് അടിപൊളിയായിട്ട് നമുക്ക് ശരിയായി കിട്ടുകയും ചെയ്യും.
ഇനി എവിടെയെങ്കിലും ഡാർക്ക് ടൂൺ ഒക്കെ വേണമെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ മേലെ കൂടെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എത്ര പ്രാവശ്യം അതിന്റെ മുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രയും പ്രാവശ്യം അത് ഡാർക്കായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓടിന്റെ ആ ഒരു ലൈനൊക്കെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് വിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു ടെക്സ്ചറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ലൈൻസ് വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ സൈഡ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്ത് കുറച്ച് ഇങ്ങനെ ഇതേപോലെ ഇവിടെ കുറച്ച് ബുഷുകളും കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. കുറച്ച് പൂച്ചെടികളും ബുഷുകളും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞ് താഴ്ഭാഗത്ത് നല്ല ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞിങ്ങനെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വുഡിന്റെ വേലി ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്, ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മേൽഭാഗത്തോട്ട് വരുമ്പോൾ അത് മെല്ലെ മെല്ലെ ലൈറ്ററാക്കി കൊണ്ടുവരണം. അതിന്റെ ഉള്ളിൽ ഒട്ടും വെളിച്ചൊടിക്കാത്തൊരു ഫീൽ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡാർക്കാക്കി കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ വരയ്ക്കാം ഉണ്ടോ. ഇങ്ങനെ കുറച്ച് ഫ്ലവറിന്റെ ഷേപ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് നിൽക്കുന്നത് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് വരയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ഇനി ഒരു താഴത്തെ പോർഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതും കൂടി നമുക്ക് ചെയ്യാം. ഈ താഴത്തെ ഇവിടെ ഒരു സ്റ്റോൺ പോലെയാണ് ഉള്ളത്. ആ സ്റ്റോണിന്റെ ചെറിയ ചെറിയ ടെക്സ്ചറും നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. വീടിന്റെ ഫ്രണ്ടിൽ ചെറിയ ഇവിടെ ഒരു ലൈറ്റ് പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ലൈറ്റിന്റെ പോർഷൻ ഉണ്ടാവുമല്ലോ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന ലൈറ്റ്, കുഞ്ഞു കുഞ്ഞു ലൈറ്റ് ഗാർഡനിലൊക്കെ ഉള്ളത് പോലത്തെ, അതേപോലത്തെ എല്ലാം ലൈറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ഇങ്ങനത്തെ ഒരു കുഞ്ഞു ലൈറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു വുഡിന്റെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ലൈൻസും പിന്നെ വുഡിന് ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രൗണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഗ്രൗണ്ടിന്റെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിടാം കേട്ടോ. വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒരു ഗ്രൗണ്ടിന്റെ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തിടാം. ഇതിന്റെ ഷാഡോസ് ഒക്കെ ഇവിടെ വീഴുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വീടിന്റെ ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിടാം. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്രാസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓടിൻ്റെ ടെസ്റ്റിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വളരെ ലൈറ്ററായിട്ട് ഇതേപോലെ ഷെയ്ഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഡാർക്കായിട്ടൊന്നും കൊടുക്കുന്നില്ല, വളരെ ലൈറ്ററായിട്ട് പെന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ലൈറ്ററായിട്ടുള്ളൊരു ഷെയ്ഡ്സാണ് കൊടുക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഷാഡോസ് വില തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ലൈറ്ററായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പെന്ന് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഔട്ട്ലൈനോ കാര്യങ്ങളൊന്നും വരച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ പെൻ ഡ്രോയിങ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ കോൺഫിഡൻസ് നമുക്ക് തെറ്റിപ്പോകും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡാണ് പെൻ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്സും ഡ്രോയിങ്സും
എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്കെച്ചിങ്ങും ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.